ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്നല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ്സ് മാത്രം യാത്ര ചെയ്താൽ എത്തുന്നൊരു സ്കൂളുണ്ട്, ചേളന്നൂർ AUP സ്കൂൾ. ആ സ്കൂളിൽ കഴിഞ്ഞ ഇയർ ഒരു 2 മാസം ഞാൻ വർക്ക് ചെയ്യണ്ടായി. അപ്പോൾ 2 മാസമേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്കൂളിൽ നിന്നൊന്നും കിട്ടാത്തൊരു കെയറും സ്നേഹവും ഒക്കെ കിട്ടിയൊരു സ്കൂളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആനുവൽ ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളെ വക 2 ഐറ്റം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിച്ച്. അതോ അവിടുത്തെ ടീച്ചേഴ്സ്, പാരൻസ്, HM എല്ലാവരും കൂടി ഞങ്ങൾ അടിപൊളിയായിട്ട് 2 പെർഫോം ചെയ്തു. പിന്നെ ഒരുപാട് നല്ല മെമ്മറീസുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ മൊമെൻറ്റ്സൊക്കെ ഞാൻ നല്ല രസത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും ഒന്ന് കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതായല്ലോ ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നത്തെ ഡേൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇന്ന് 5th February ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ച് എൻ്റെ പണികളൊക്കെ ഒതുക്കിയ ശേഷം ഒരു 11:30 ആയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹരി എന്നെ നേരെ അന്നശ്ശേരി സ്റ്റാൻഡിൽ ഇറക്കി തന്നു. അവിടെ നിന്ന് ഞാൻ ബസ് എടുത്ത് നേരെ പോയത് ചേളന്നൂർ AUP സ്കൂളിലേക്കാണ് കേട്ടോ. ഞാൻ ഓർമ്മയില്ലാതെ പെരുമ്പോയിൽ സ്റ്റോപ്പിൻ്റെ മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയോണ്ട് എനിക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. എന്നിട്ട് നേരെ ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്, ചേളന്നൂർ AUP സ്കൂൾ. എത്തിയതും ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിവിടെ ചേളന്നൂർ AUP സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണിക്കാം. സന്ധ്യ ടീച്ചർ, ഷമീന മിസ്, അതുൽ മാഷ്, സുനന്ദ ടീച്ചർ ഇന്ന് വിരമിക്കുകയാണ്. പക്ഷേ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് എല്ലല്ലോ അല്ലേ? എൻ്റെ കോളേജ് മേറ്റാണ് അനിത, നല്ല പാട്ടുകാരിക്കാണ്. എൻ്റെ സ്വന്തം ദീപ ടീച്ചറെ കാണിച്ചതാ. ഇതാണ് ദീപ ടീച്ചർ. നമ്മളെ ടൂറ് പരിപാടിക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് കണ്ടില്ല. ദീപ ടീച്ചർ ഇത് ഫുഡ് കമ്മിറ്റിയാണ്, അതുകൊണ്ട് ഫുൾ ഓട്ടപ്പാച്ചിലാണ് അല്ലേ? ഫുഡാ എല്ലാത്തിനും ഞങ്ങൾക്ക് IT എല്ലാം. ഇനിയിപ്പോൾ ഞങ്ങളിനി ഒപ്പനുണ്ട്, ബ്രേക്ക് ഡാൻസ് ഉണ്ട് അല്ലേ? ഞങ്ങളെ സ്വന്തം സ്മിത ടീച്ചറെ കാണിച്ചതാ. ഞങ്ങളെ സ്മിത ടീച്ചർ ഇതുവരെ വ്ളോഗിൽ കാണിക്കാത്തതാണ്. കഴിഞ്ഞ ടൂറിൽ നിന്നൊക്കെ മുങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പോയ ടൂറിന് വരാത്തതുകൊണ്ട് ഈ മുഖം കണ്ടിട്ടുണ്ടാവില്ല. അതാണ് സ്മിത ടീച്ചർ. ഇതാണ് ഞങ്ങളെ സ്വന്തം പ്രഭിത മിസ്. മിസ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് മിസ്സിനെ എല്ലാം കാണിച്ചു കൊടുത്ത്. 2 മിനിയേച്ചിമാർ ഇവരെ പിന്നെ നമുക്ക് ടൂറിൽ വന്നിട്ടൊക്കെ അറിയാലോ. ഞങ്ങളിവിടുത്തെ പാരൻസിനെ കാണിച്ചു കൊടുക്കട്ടെ. ഒരു ഹായ് പറയും. ഞങ്ങളെ വൈസ് പ്രസിഡന്റ് സ്കൂളിൻ്റെ പഠിപ്പിച്ചിരുന്ന അലൻ്റെ അമ്മയാണ്. പക്ഷേ നമുക്ക് എങ്ങനെയാ അറിയാം? നമുക്ക് കൂടുതൽ പരിചയം എങ്ങനെയാ? ടൂർ പോയിട്ടാണ്. അലനായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ. അതാണ് ടൂർ പോയിട്ടാണ്. പക്ഷെ അവര് വിളിച്ച് നിർബന്ധിച്ചപ്പോ ഞാൻ അങ്ങനെ വന്നു. ഇനിയും ടൂറുകൾ പോകുമ്പോ ഞാൻ വിളിക്കാം. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരാളാണ്. ഞങ്ങൾ ഇന്നലെ കിട്ടിയ മുത്താണിത്, ഒപ്പനയ്ക്ക്. ഞങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ഞാൻ എന്തിനും റെഡിയാണെന്ന് പറഞ്ഞ ആളാണ്. അതാ അല്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ഓക്കെ പറയുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അതാണ്. ഞങ്ങളിനി സിനിമാറ്റിക്കിലും വിളിക്കുന്നുണ്ട്, വരും. ലാസ്റ്റ് മിനിറ്റിൽ എന്ത് കളിക്കും ഞങ്ങള്, അതിന് വരൂലേ? അതേപോലെ ഞങ്ങളൊരു സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൽ ലാസ്റ്റ് ഉള്ളുള്ളേരെ പറഞ്ഞ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പഠിച്ചില്ല. അപ്പൊ നിങ്ങളൊക്കെ ഓടി വരാം. അപ്പൊ ഞങ്ങൾ പഠിച്ചതിൽ നിങ്ങൾ അലമ്പാക്കാൻ വരുന്ന പോലെയാണ് ഞങ്ങളെ പരിപാടി. ഞങ്ങൾ PTA പ്രസിഡന്റ് ഫിറോസിക്ക തരണോ? എന്ന സമയത്ത് മുതലേ കണ്ടില്ലല്ലോ നിങ്ങളെ. പഞ്ചായത്തിന് തിരക്കുണ്ടാവൂലേ? ഞാൻ ഇതുവരെ പരിചയപ്പെടില്ല. എപ്പോഴാ പരിചയപ്പെടാൻ പോകുന്നത്? ഇതാ ഞങ്ങളെ TTC സ്റ്റുഡൻസ് ആണ്. അപ്പൊ എത്ര സമയം കൂടെ ഉണ്ട് നിങ്ങൾ? ഫെബ്രുവരി ലാസ്റ്റ്. എങ്ങനെയുണ്ട് ടീച്ചിങ് എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ട് വന്നതാണോ ഈ ഫീൽഡിലേക്ക്? ഞങ്ങളെ വേറെ കുറച്ച് കുട്ടികളെയും കൂടി കാണിച്ചുതരാം. എനർജറ്റിക് ടീം. ഇതാ ഞങ്ങളെ 6th ഇതാ കൂട്ടത്തിലൊരു ഉമ്മയും കൂടെ ഉണ്ട്. ഈ ആളെ അമ്മയാണിത്. ഇത് ഞങ്ങളെ ഫൈനൽ ഇയേഴ്സ് ആണ്. നമ്മുടെ സ്കൂളിലെ UP സ്കൂളിലെ ഫൈനൽ ഇയേഴ്സ് ഈ കൊല്ലം പാസ് ഔട്ടാണ്. വഴിന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്നെ. പിന്നെയും കാണണം.
ഫെയർവെല്ലൊക്കെ ആവാനായില്ലേ? സങ്കടം ഉണ്ടോ? എല്ലാരും ഒരേ സ്കൂളിലേക്കാ പോണേ? ഓ, അപ്പൊ സങ്കടം ഇല്ല. പക്ഷെ സ്കൂള് വിട്ട് പോണേന് സങ്കടം ഉണ്ട്. ഒന്ന് കരഞ്ഞാളി. ഞാൻ ടീച്ചർ ലീഡ് ചെയ്യുന്ന ഒപ്പന ഉണ്ട് ഞങ്ങൾക്ക്. അതിന് പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ പുതിയതായിട്ട് ഇതാ പരിപാടീന് അന്ന് വന്ന 2 ടീമിനെ ഞാൻ കാണിച്ചത്. ചിലപ്പോ പറയാൻ പറ്റൂല, പരിപാടീന് അന്ന് വന്ന ആൾക്കാരേക്കും ചിലപ്പോൾ അടിപൊളിയായിട്ട് കളിക്കല്. അതിന്റെ കുറച്ച് വികൃതിയായ കുറച്ച് സ്റ്റുഡൻസിനെ ഞാൻ കാണിച്ചതാ. അവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഓണം വ്ളോഗ് നല്ലപോലെ ഇറക്കാൻ പറ്റിയില്ല. അതാ ഇതാണ്. പേര് പറയൂ. ആ, അമൽ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ വീഡിയോയിൽ? പറയണ്ടേ, പറഞ്ഞോളി. ഇനിയിപ്പോ അടുത്ത നിങ്ങൾക്ക് ഏത് പരിപാടിയാണ് വരുന്നത്? ഒരു അടിപൊളി പരിപാടി. ഡാൻസ് അങ്ങനെയല്ല, ഈ വാർഷികോത്സവം കഴിഞ്ഞാൽ ഇനി എന്ത് പരിപാടി വരും? ഇനി എക്സാം അല്ലേ? ഇതൊക്കെ ഓരോ സ്റ്റുഡൻസ് ആട്ടോ. ഇപ്പൊ നമ്മളെ ഏകദേശം ലഞ്ച് ടൈമായി. അപ്പൊ ലഞ്ച് ടൈം ആയ സമയത്ത് ഞങ്ങളതാ കുഞ്ഞു മക്കൾ ഇതാ ഫുഡ് കഴിക്കുന്നു. നിങ്ങൾ എന്നെ വിളിച്ചോ ഫുഡ് കഴിക്കാൻ? എന്തെങ്കിലും വരുന്ന എന്നെ ഒന്ന് ക്ഷണിച്ചോ നിങ്ങള്? എവിടെ? എന്ത്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നോ? 5th സ്റ്റാൻഡേർഡിലെ ഗേൾസിനെ കാണിച്ചുതരാം. ഒന്ന് ഗേൾസ് പവർ കാണിച്ചു കൊടുക്ക്. ഇവിടെ ഇതിലറിയില്ലല്ലോ. ഈ കഴിക്കില്ലല്ലോ, ആകെ ഇതല്ലേ നടക്കണുള്ളൂ. നിങ്ങൾക്ക് പരിപാടി ഉണ്ടോ നിങ്ങളൊക്കെ? അപ്പൊ നിങ്ങളെ മേക്കപ്പിലൊക്കെ കാണാം കേട്ടോ. നിങ്ങളിതാ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞാനും ദീപ ടീച്ചർ, വേറെ ആരും കൂട്ടിയില്ലല്ലോ നമ്മളെ ഫുഡ് കഴിക്കാൻ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പാവം. എന്തായിരുന്നു പേര്? ഞങ്ങളെ ഡാൻസ് പാർട്ട്ണർ രേന ടീച്ചർ. ഇതാ ഫുഡ് കണ്ടപ്പോൾ പിന്നെ ആരും ഓർമ്മയും ഇല്ല, അതാ പോയിക്കുക. ജിൽസിനെ പിന്നെ കാണാനൊന്നുമില്ല. പരിചയപ്പെട്ട റിബിൻ്റെ അച്ഛടാ. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ? സൗണ്ട് ഇല്ല, കഴിക്കുകയാണല്ലേ? സ്കൂളത്തെ ഫുഡ് കാണിച്ചതാ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ മെയിൻ ആളോട് ചോദിച്ചോക്കാം ഫുഡ് എങ്ങനെയുണ്ട്. കാരണം ഇവിടെ എല്ലാ അടിപൊളി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് പോകാൻ തോന്നാതിരിക്കുക. അങ്ങനത്തെ അതായിരുന്നു. എനിക്കിത് മിസ് ചെയ്യേണ്ടിവരും നിങ്ങളെ ഫുഡ്. ഇന്നത്തെ അടിപൊളിയാ. ഇതാട്ടോ ഞങ്ങളെ കിഡിലൻ സ്റ്റേജ്. വൈകുന്നേരമായിരുന്നു പരിപാടി. അപ്പോൾ ആ ഒഫീഷ്യൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് സെറ്റിംഗ് ആണ് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത്. ഇന്ന് കലോത്സവം ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രൈസസും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് രേന ടീച്ചറും ഷമീന മിസ്സും. ഞങ്ങൾ അതുൽ മാഷിൻ്റെ പാട്ട് കേൾപ്പിച്ചു തരാം. ഏതാ ഈ കുട്ടി ജഡ്ജ്? അടുത്ത പാട്ട് ഏതാ? ഇനി എപ്പോഴാ പാട്ട് പറയൂ? ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് ഞങ്ങളെ ചീഫ് ഗസ്റ്റിനെ കാണാനാണ്. ഇന്നത്തെ ഞങ്ങളെ ആനുവൽ ഡേ ചീഫ് ഗസ്റ്റ് രക്ഷാരാജാണ്. സിനി സീരിയൽ ആക്ട്രസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ അപ്പു. ഞങ്ങളെ എച്ചമായ സുനന്ദ ടീച്ചറിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവും കൂടി ആയിട്ട് വരും ഈ രക്ഷാരാജ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷി വാസ് സോ കംഫർട്ടബിൾ ഹിയർ. ഒരു സ്മോൾ ചിറ്റ് സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കൊരു സെലിബ്രിറ്റീനെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോ സെക്ഷൻ നിർബന്ധമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒഫീഷ്യൽ ഫംഗ്ഷൻ കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ആങ്കറിങ്, അതായത് ഞങ്ങളെ പ്രോഗ്രാം ഫുൾ ലീഡ് ചെയ്തത് സ്മിത ടീച്ചറാട്ടോ. ഈ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ വെറും ആനുവൽ ഡേ ഇനാഗ്രേഷൻ മാത്രമല്ല, ഞങ്ങളെ പ്രധാന അധ്യാപികയായ സുനന്ദ ടീച്ചറിൻ്റെ വിരമിക്കലും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനും കൂടി ഇന്നിവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സുനന്ദ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഷീ ഈസ് റിയലി എ ജം ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മിസ്സിൻ്റെ ഒരു ക്വാളിറ്റിയിൽ എടുത്ത് പറയാവുന്ന ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് കാരണം എല്ലാ കാര്യങ്ങളിലും മിസ്സ് നോ പറയാതെ അത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ബെസ്റ്റ് മിസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്, ഷീ ഈസ് നോട്ട് ജസ്റ്റ് എ ടീച്ചർ, ഷീ ഈസ് എൻ ഓൾ റൗണ്ടർ. ഒഫീഷ്യൽ ഇനാഗ്രേഷന് ശേഷം കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പീക്ക് എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഒരുപാട് നല്ല കൾച്ചറൽ പ്രോഗ്രാംസ് വെയിറ്റിംഗ് ആണ്. മെയിൻ ഫംഗ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നണിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നാണ് മേക്കപ്പ്.
ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇവിടെയും നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളെ ഒപ്പനയിലുള്ള ബ്യൂട്ടീനെ കാണിച്ചുതരാം. ബ്യൂട്ടീനെ മാത്രം കണ്ടാൽ മതിയോ? അപ്പൊ കഴിഞ്ഞ സ്ക്വാഡിനെയും കൂടി കാണട്ടെ. നിങ്ങൾ 3 ആളേ ഉള്ളൂ? ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കണ്ടാലോ. வடிவேலோ தந்த நுண்ணை காண தினம் முடிவதுவே സാവറട് പൈസ ഉണ്ട്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോസാറ് പഴയ ജോസാറ് തന്നെയാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ എന്നെ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടല്ല. പുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂതുപോയ ഹംസമായി മഞ്ഞുരുകിയ മൺചിരിയിലെ മലകളിൽ ഉണരുമരിയ മൃദുചന്ദനമണി സന്ധ്യകളുടെ നടനം തുടരുകരംഗവേദി മക്കളാലും പരിചയപ്പെടുത്ത റിവീൽഡ് അച്ഛടാ. ഇനി അടുത്ത നിങ്ങളെ പരിപാടിയല്ലേ ആക്കൂലേ? നിങ്ങളെ ഡാൻസ് ഏതാ ഏതാ ഏതാ? കൈകൊട്ട് മണ്ണ് അല്ലേ? അപ്പൊ ഇനി അടിപൊളിയാക്കല്ലേ? വേണ്ടെങ്കിൽ മാറിയിരുന്നോ? ഇവിടെ പോയി ഇതെന്താ കൂമനെ പോലെ നിൽക്കണേ? നല്ല സുന്ദരിയാണ്. ഇതിനെ വിളിക്കും. കഴിഞ്ഞ ശേഷതാ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, കുട്ടികൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കാരണം ഒരു അത്രയും സ്നേഹമുള്ളവരാണ്.